എത്രയൊക്കെ നിങ്ങൾ പറ്റിച്ചുണ്ടാക്കുമോ അതിനൊന്നും ഒരു മൂല്യം ഇല്ലാതാവും. ഞങ്ങൾക്ക് എന്താ ഉണ്ടാക്കന്മാരാണോ? സോ ഹായ് ഓൾ, എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞതാ ഈ പ്ലിക്സിന്റെ ജാമുൻ ആക്നെ സ്പോട്ട് കറക്ടർ എന്ന് പറഞ്ഞ ഈ ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ ആണ്. അപ്പൊ ആദ്യം ഈ പ്രൊഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ കുരു എല്ലാം മാറ്റി, അതായത് കുരുവൊക്കെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തേച്ചിട്ട് കിടന്നുറങ്ങിയ പിറ്റേ ദിവസം ആകുമ്പോൾ തന്നെ കുരുവൊക്കെ പോകുന്നതാണ് ഇതിന്റെ ആഡുകൾ പറയുന്നത്. നമുക്ക് ആദ്യം ഒന്ന് അതേപോലത്തെ ഒരു ആഡ് കണ്ടുനോക്കാം. പീച്ച് വരുന്ന ഈ ഒരു സാധനം നമ്മുടെ കുരുവിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ കുരുവൊക്കെ ഒറ്റ ദിവസം കൊണ്ട് പോകുന്നാട്ടോ പറയണേ. ഒരു ദിവസം കൊണ്ട് വർക്ക് ആകുമെന്ന് നമുക്ക് നോക്കാം. പിറ്റേ ദിവസം കുറെ കറങ്ങളൊക്കെ കഴിഞ്ഞ് രാവിലെ തന്നെ ഞാൻ നോക്കിയിട്ടോ, വലിയ പിമ്പിൾസ് ഒക്കെ. എന്റെ പൊന്നെ ഗൈസ്, നിങ്ങൾ കണ്ടാ പിറ്റേ ദിവസം ആയപ്പോഴത്തേന് അവിടെ കുരു ഇല്ല. ഓ മൈ ഗോഡ്, എന്തൊരു മാജിക്കൽ പ്രൊഡക്റ്റ് അല്ലേ ഇത്. ഈ പ്രൊഡക്റ്റ് എന്താണെങ്കിലും ഞാൻ ഉപയോഗിച്ച് നോക്കിയാണ് ഓൾറെഡി. അപ്പം ഇതിന്റെ റിവ്യൂ ഞാൻ പറയാം. അതിനു മുമ്പ് നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്ത ചേച്ചീനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇപ്പൊ കണ്ട ഈ ഒരു വീഡിയോ പുള്ളിക്കാരി അപ്ലോഡ് ചെയ്യുന്നത് 14 മെയിൻ ആണ് കേട്ടോ. അതായത് പുള്ളിക്കാരി പറയുന്നത് ഇത് തേച്ച് പിറ്റേ ദിവസം കഴിഞ്ഞപ്പോഴത്തേനും കുരു എല്ലാം പോയി എന്നാണ്. ഞാൻ വെറുതെ ഒന്ന് പുള്ളിക്കാരിന്റെ പേജ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പം ഒറ്റ ദിവസം കൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് മാറിയ കുരു പുള്ളിക്കാരിന്റെ കുറെ വീഡിയോസിൽ, അതായത് ഏപ്രിൽ മാസത്തെയും മെയ് മാസത്തെയും കുറെ വീഡിയോസിൽ വന്നു പോയിട്ടുണ്ട്. എങ്കിൽ ആരും തെറ്റിദ്ധരിക്കേണ്ട, അത് പുള്ളിക്കാരി ആ കുരു വന്ന ദിവസം എടുത്ത വീഡിയോസ് ആണ് അതെല്ലാം. പുള്ളിക്കാരി അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒറ്റ ദിവസം ആ കുരു വന്ന ദിവസം മാത്രം എടുത്ത വീഡിയോസ് ആണ് കേട്ടോ. ആരും തെറ്റിദ്ധരിക്കരുത്. പിന്നെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിൽ ഒറ്റ ദിവസം കൊണ്ടാണ് ആ വീഡിയോ അവർ എടുത്തതെന്ന് വിശ്വസിക്കാൻ എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ നിങ്ങളുടെ കൂടെ കൂടുകയാണ്. നമുക്ക് വിശ്വസിച്ച് കൊടുക്കാം. ഇനി അതൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. എന്താണെങ്കിലും ആ ഒരു കേസ് നമ്മൾ വിട്ടു. നമ്മൾ പുള്ളിക്കാരിനെ അങ്ങോട്ട് ചുമ്മാ അങ്ങ് ട്രസ്റ്റ് ചെയ്യാം. പക്ഷേങ്കിൽ ഈ ഒരു വീഡിയോയില് നിങ്ങൾ ശരിക്കും നോട്ട് ചെയ്തോ, ആ ഒരു കുരു നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിക്കോട്ടോ. നിങ്ങൾ പലർക്കും ഇങ്ങനെ ഒരു കുരു ഒരു വട്ടെങ്കിലും വന്നിട്ടുണ്ടാവും. നിങ്ങൾക്കറിയാം ഇങ്ങനെ ഒരു ബൾബ് പോലെ വരുന്ന ടൈപ്പ് കുരു എത്ര ദിവസം, അറ്റ്ലീസ്റ്റ് ഒരു 1 ഡേ എന്താണെങ്കിലും എടുക്കും ഈ ഒരു കുരു ഒന്ന് പൊന്തണമെങ്കിൽ. പിന്നെ ഇത് മാറണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 ഡേയ്സ് എടുക്കാറുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനിയിപ്പം മാറിയാൽ തന്നെ, അതായത് ചുങ്ങിപ്പോയാൽ തന്നെ അതിന്റെ പാട് മാറണമെങ്കിൽ എത്ര ടൈം എടുക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ഒരു കുരു ഈ ചേച്ചി പറയുന്നത് ഈ ഒരു സാധനം തേച്ചതിന്റെ പുറത്ത് തേച്ച് ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പാട് പോലും ഇല്ലാതെ മാറി എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. ചേച്ചിയോട് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. ഞാൻ ഒരു വട്ടം ഇത് ചേച്ചിയോട് ചോദിച്ചു, ഞങ്ങൾക്ക് എന്താ ഉണ്ടാക്കന്മാരാണോ? എന്റെ പൊന്നു ചേച്ചി, നിങ്ങൾ എന്താ വല്ല പ്ലാസ്റ്റിക് സർജറി ആണോ ചെയ്തത്? ഒരു കുരു അവിടെ വന്ന് പിറ്റേ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പാട് പോലും ഇല്ലാതെ മായ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും അതൊരു പ്രൊഡക്റ്റ് അല്ലേ? അറ്റ്ലീസ്റ്റ് ആ വീഡിയോയിൽ കുരു ഒന്ന് ചുങ്ങിപ്പോയി എന്ന് പറയുമായിരുന്നെങ്കിൽ നമുക്ക് ഓക്കെ ട്രസ്റ്റ് ചെയ്യായിരുന്നു. നിങ്ങളെ തന്നെ മനസാക്ഷിയിൽ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു പാട് പോലും ഇല്ലാതെ പിറ്റേ ദിവസം ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവർ ഇങ്ങനെ പറയുന്ന പോലെയൊക്കെ നടക്കണമെങ്കിൽ ഇതിലില്ലാത്ത കെമിക്കൽസ് ഉണ്ടാവില്ല. ഈ ചേച്ചിനെ നമ്മൾ ഒരു വട്ടം ട്രോളി വിട്ടാണ്. അന്ന് ഞാൻ ഇവരുടെ പേരൊന്നും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് പേരും കാര്യങ്ങളും. അതായത് ആതിര ബാലാജി എന്നാണ് ഇവരുടെ ID. ഇവരെന്നെ ബ്ലോക്ക് ചെയ്തിട്ടേക്കുക. എന്നെ ബ്ലോക്ക് ചെയ്തിടേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എനിക്ക് ഇവരെ പേഴ്സണലി അറിയില്ല. പിന്നെ എന്നെ ആയിട്ട് എന്തെങ്കിലും ഇവർക്ക് പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. എന്തുകൊണ്ട് ഇവർ എന്നെ ബ്ലോക്ക് ചെയ്യുന്നു? കാരണം ഇവർ ചെയ്യുന്ന വീഡിയോസ് ഉടായ്പാന്ന് ഇവർക്ക് തന്നെ അറിയാം. അപ്പൊ ഞാൻ ഈ ഉടായ്പകൾ പുറത്ത് കൊണ്ടുവരും എന്നുള്ള ഒരു പേടിയാണ് ഇവരെ എന്നെ ബ്ലോക്ക് ചെയ്യിപ്പിക്കാനുള്ള കാരണം. ഇത് ഇവർ മാത്രമല്ല കേട്ടോ, പല ഇൻഫ്ലുവൻസേഴ്സും കുറച്ചും കൂടെ ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞു തരാം ആരൊക്കെയാന്ന്, അത് വേറെ വീഡിയോയിൽ പറയാം. എനിവേസ് നമ്മൾ കാട് കയറി പോകുന്നില്ല, നമുക്ക് പ്രൊഡക്റ്റിനെ പറ്റി പറയാനല്ലോ. അതിനു മുമ്പ് ചേച്ചിയോട് പറയാനുള്ളത്, ചേച്ചി ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ഇങ്ങനെ നിങ്ങൾ കള്ളത്തരം പറഞ്ഞ് വിറ്റ് ഉണ്ടാക്കുന്ന പൈസ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു വിശ്വാസമാണ് കേട്ടോ, എത്രയൊക്കെ നിങ്ങൾ പറ്റിച്ചുണ്ടാക്കുമോ അതിനൊന്നും ഒരു മൂല്യം ഇല്ലാതാവും ഒരു ദിവസം. സോ പ്ലീസ് നന്നാവാൻ പറ്റിയാൽ നന്നാവ്. നിങ്ങളെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നവരെ പറ്റിക്കാതിരിക്കുക. പിന്നെ അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്, ഞാനൊന്നും പറയുന്നില്ല. ഇനി നമുക്ക് പ്രൊഡക്റ്റിന്റെ റിവ്യൂയിലേക്ക് പോകാം. ആൻഡ് ഇത് ട്രൈ ചെയ്ത് നോക്കിയപ്പം ഫസ്റ്റ് എനിക്ക് കുരു ഒന്നും വരാത്ത കാരണം ഇവിടെ 2 കുഞ്ഞു കുരുവായിരുന്നു വന്നത്. അതിലാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്. ആൻഡ് നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിന്റെ പാടൊക്കെ ഇപ്പം മാറി തുടങ്ങി. കാരണം ഞാൻ എന്നും സാലിസിലിക് ആസിഡ് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് പാട് മാറുന്നുണ്ട്. പക്ഷേ എങ്കിൽ ഇതുണ്ടോ, ഇവിടെ 2 ബ്ലാക്ക് സ്പോട്ട്സ് ഉണ്ടോ? ഒരു കുഞ്ഞു കുരു ഗൈസ്. സാധാരണയായിട്ട് എൻ്റെ മുഖത്ത് വന്ന് പിറ്റേ ദിവസം അങ്ങനെ പോകുന്ന ഒരു കുരു ഞാൻ വെറുതെ ഒന്ന് ഇത് എന്തായാലും മേടിച്ച് വെച്ചാണല്ലോ, ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാനും വിചാരിച്ച് ഒന്ന് തേച്ച് കൊടുത്താണ് 2 വലിയ കറുത്ത പാട് കിട്ടി ഗൈസ്. അത് ആദ്യം കാണണമായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് എന്നെ ഈ ക്യാമറയിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ടോ എന്നറിയില്ല. കാണുന്നുണ്ടാവും, കണ്ടില്ലേ? ഇവിടെ 2 പാട് കണ്ടില്ലേ? അന്ന് തന്നെ ഞാൻ ഈ പ്രൊഡക്റ്റിന്റെ പേര് മാറ്റിയായിരുന്നു. ആക്നെ സ്പോട്ട് കറക്ടർ അല്ല, ആക്നെ സ്പോട്ട് ക്രിയേറ്റർ ആണ്. അതായത് ഒരു ആവശ്യമില്ലാതെ നമ്മൾ പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടീനെ മേടിച്ച അവസ്ഥയായിരുന്നു എനിക്ക് അന്ന്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇടുന്ന ഭാഗത്ത് നമ്മൾ മുഖത്ത് എവിടെയാണോ ഇടുന്നത് ആ ഒരു ഭാഗം ഒരുമാതിരി എന്താ പറയാ പൊള്ളിയിട്ടൊക്കെ ഇങ്ങനെ ഒരു നമ്മുടെ തൊലി ഇങ്ങനെ ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു ചുളുക്കൊക്കെ വന്ന് ഒരുമാതിരി ഒരു അവസ്ഥയുണ്ട്. അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോ എടുത്ത് കാട്ടാനൊന്നും പറ്റില്ല. നമുക്ക് തൊടുമ്പോൾ അറിയാൻ പറ്റും നമ്മുടെ സ്കിൻ എന്തോ നാശമായി പോയ പോലെ. സോ അതിൽ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല വിഷമമായി. കാരണം അത്രയും ഞാൻ ഇപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങിയതാ ഫേസൊക്കെ. പെട്ടെന്ന് ഒരു സാധനം ഉപയോഗിച്ചിട്ട് അങ്ങനെ ആവുക എന്നൊക്കെ പറഞ്ഞപ്പം ശരിക്കും നല്ല വിഷമമായി. പിന്നെ ഇവിടെ ഒരു വലിയ കുരു വന്നത്, ആ കുരു വന്നപ്പം ഞാൻ 2 കൽപ്പിച്ച്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉപയോഗിക്കാൻ ഒരു താല്പര്യമില്ലായിരുന്നു. 2 കൽപ്പിച്ച് അങ്ങ് ഉപയോഗിച്ചു. ആ കുരു വന്ന് പോയൊരു ടൈം എന്ന് പറഞ്ഞാൽ 4 ഡേയ്സ് ആണ്. ഇത് എന്നും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് എന്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചില്ലെങ്കിലും ആ കുരു എനിക്ക് ഒരു 4 ദിവസത്തിനകം പോകുമായിരുന്നു.
നോർമലി. സോ ഇത് ഉപയോഗിച്ചതിന്റെ ഫലമായിട്ട് ദാ ഇവിടെ ഒരു പാട് കണ്ടോ. ഈ സാധനം ഉപയോഗിക്കുമ്പോൾ പാട് വരികയാണ് ഗൈസ്. ബ്ലാക്ക് സ്പോട്ട് ഭയങ്കരമായിട്ട് വരിക, എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ സ്കിന്ന് ഈ പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് മാറുക. സോ ഗൈസ്, എന്നോട് നിങ്ങൾ ഇത് വാങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാധനം ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. എനിക്ക് തീരെ ഇത്രയ്ക്കും വേസ്റ്റ് ആയിട്ട് ഒരു അനുഭവം കിട്ടിയ ഒരു പ്രൊഡക്റ്റ് വേറെ ഇല്ല. കാരണം സാധാരണ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ നമുക്കൊരു എന്താ പറയുക റിസൾട്ട് കിട്ടില്ല എന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എങ്കിൽ ഇതൊരു നെഗറ്റീവ് റിസൾട്ട് നമുക്ക് തരികയാണ്, നമുക്കൊരു പണി തരികയാണ് പൈസ കൊടുത്തിട്ട്. എനിക്ക് ഭയങ്കര വേഴ്സ് ഒരു അനുഭവം തന്നെയാണ് ഇതൊന്ന് തന്നത്. അതുകൊണ്ട് അത് ഞാൻ നിങ്ങളെ അറിയിച്ചു. കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ട് വീഡിയോ ലെങ്ത് ആയി തോന്നുന്നു. എനിവേ എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കട്ടോ. സോ ഓക്കെ ബൈ. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാം.